അപ്പം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇടാൻ പോവാണ്. ഇത് ഇത്ര ഒരു ഫാബ്രിക് ഇരിപ്പുണ്ട്. ഇത് യൂഷ്വലി അറിയാമല്ലോ, വേസ്റ്റ് വേസ്റ്റല്ല കട്ട് പീസ് വന്നേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രസ്സ് തയ്ക്കാൻ പറ്റുമോ എന്നൊരു എക്സ്പെരിമെൻറ്റ്, ഉറപ്പില്ല, നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഫാബ്രിക് വളരെ കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ സ്ലീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലെങ്ത് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് മീറ്റർ ഇല്ല. അരമീറ്റർ എന്ന് പോലും പറയാനില്ല, മില്ലിമീറ്റർ അങ്ങനെ പറയാനേ ഉള്ളൂ ആക്ച്വലി മെറ്റീരിയൽ. ഞാനിവിടെ എല്ലാം റെഡിയാക്കി മെഷീനെല്ലാം സെറ്റാക്കി പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുത്തേക്കണമെന്ന് കാണിച്ചു തരാം. ഇത് ഫാബ്രിക്, എൻ്റെ ലൈനിങ്, പിന്നെ ഇതുപോലത്തെ ഐറ്റംസ്. നമുക്ക് ത്രെഡ് വേണം, ത്രെഡ്, കട്ടർ, സിസർ, മെഷറിങ് ടേപ്പ്. നമുക്കൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മെഷറിങ് ടേപ്പ് എടുത്ത് ഇങ്ങനെ ഇടുക, ഷോക്ക് എടുക്കുക, സിസർ എടുക്കുക, തുണി എടുക്കുക, തുടങ്ങാം, ആരംഭിക്കലാമേ. അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാം. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ കറൻലി 5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പുഷ് ചെയ്തതുകൊണ്ട് നമ്മൾ 10 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയ താങ്ക് യു. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കറണ്ട് അങ്ങ് പോയി. അങ്ങനെ നീണ്ടൊരു അരമണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കറണ്ട് പോകുന്നതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം, കാരണം ഇതധികം ടൈം എടുക്കത്തില്ല. കറണ്ട് പോയി. കറണ്ട് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കറണ്ട് പോകത്തില്ല എന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ജനുവരി 13-ാം തീയതി വാങ്ങിയ മെഷീനാണ്, ഇലക്ട്രിക് മെഷീൻ ആയിട്ട് ടോപ്പ്. നല്ല സൂപ്പർ മെഷീനാണ്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മാത്രം റിവ്യൂ ചെയ്യാം, കാരണം ഇത് കുറേ കാര്യങ്ങളുണ്ട് പറയുന്നത്. അത് മെഷീൻ എംബ്രോയിഡറി ചെയ്യാൻ പറ്റും, ബട്ടൺ ഹോൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് മെഷീനാണിത്. ഉഷയുടെ മെഷീനിലാണ് ഞാൻ തയ്ക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു സ്ലീവ്ലെസ്, ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ്. കാരണം അതിൽ തുണി സ്ലീവായിട്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇല്ല. 2 ഭാഗങ്ങൾ സെപ്പറേറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നെ സ്ട്രാപ്പ് പിടിപ്പിച്ചാൽ മതി, നമ്മുടെ ടോപ്പ് റെഡിയായി. ഇത്രയും സിമ്പിളാണ്. പക്ഷേ എനിക്ക് ഇത്ര മിനിറ്റിനുണ്ടെങ്കിലും നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ടോപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ടോപ്പ്. ഇനി നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് തയ്ക്കാൻ പറ്റുമോ എന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതാണ് ടോപ്പ്. ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. സൂപ്പർ. ഇത്രയും ബാലൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് സ്ലീവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരൊറ്റ സ്ലീവ് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയലേ ഉള്ളൂ. അതുകൊണ്ട് സ്ലീവ് ചെയ്തില്ല. രാവിലെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കറണ്ട് പോയി വന്നും ഇരിക്കുമായിരുന്നു. എനിക്ക് ഉറപ്പില്ലായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ചെയ്ത് പിന്നല്ല, കുറേ നാളായിട്ട് ഈ മെറ്റീരിയൽ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനിത് തികയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ആണ് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ടോപ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ബൈ.